ഹായ് ഫ്രണ്ട്സ്, മേര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കറി നാരങ്ങ വെച്ചുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ അത് നല്ല വലിയ ഉരുണ്ടിരിക്കുന്ന നല്ല ദേശീയമുള്ള വലിയ 2 നാരങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ പിടിച്ച നാടൻ നാരങ്ങയാണ്. അപ്പോൾ അതിനെല്ലാം ഞാൻ പുറം തൊലി ഒന്ന് ചെത്തിക്കളഞ്ഞു. എന്നിട്ട് ചെറിയ പീസാക്കി അരിഞ്ഞ് അതിനകത്ത് ഞാൻ കല്ലുപ്പിട്ടൊന്ന് ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ഇത് ഉണക്കാൻ വയ്ക്കും. ഒരു 5 ദിവസത്തെ വെയിൽ, ഇപ്പം നല്ല വെയിലാണല്ലേ, ഒരു 5 ദിവസത്തെ വെയിൽ ഞാനിതിന് കൊള്ളിച്ചിട്ട് ആണ് ഞാൻ ഇത് അച്ചാറിടാൻ പോകുന്നത്. ഇതിന് മുമ്പ് ഞാൻ ചെറുനാരങ്ങ മുഴുവനെ വെട്ടാതെ മുഴുവനെ തന്നെ വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ ഒരു അച്ചാർ ഇട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു രീതിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിന് ഒരു 5 ദിവസം ഞാൻ വെയിൽ പൊള്ളിച്ചതിന് ശേഷമാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുളക് പൊടി വറുത്തിട്ടുണ്ട്, ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്, കായപ്പൊടി ചൂടാക്കി വെച്ചിട്ടുണ്ട്, ഉപ്പ് ചൂടാക്കി വെച്ചിട്ടുണ്ട്, വിനാഗിരി ചൂടാക്കി ഞാൻ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചേക്കാണ്. ഇനി നല്ലെണ്ണ, നല്ലെണ്ണയാണ് ഞാൻ ഒഴിക്കുക. അത് ഞാൻ ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിനാഗിരി ആദ്യം ഗ്ലാസ് ജാറിലോട്ട് ഈ വെക്കുന്ന കുപ്പിക്കകത്ത് ശകലം ഞാൻ എടുത്തിട്ട് ആ കുപ്പി മൊത്തത്തിലൊന്ന് ഇതിന് ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പൂപ്പലൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടി എല്ലാ വശത്തോട്ടും ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം ഇടുന്നത് നാരങ്ങയാണ്. നാരങ്ങ ഞാൻ ഒരു 5 ദിവസം ഉണക്കിയ നാരങ്ങയാണ്. 5 ദിവസത്തെ നല്ല വെയിലുമുണ്ട്, അതിൻ്റെ ഈർപ്പം എല്ലാം പോയിട്ടുണ്ട്. ഇനി ഇടുന്നത് ഞാൻ മുളക് പൊടിയാണ്. ഒരു ലെയറായിട്ടാണ് ഇടുന്നത്. ഈ മുളക് പൊടി എന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടിയും ഞാൻ മറ്റേ സാദാ മുളകും കൂടെ ചേർത്താണ് പൊടിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഒരു ചുവപ്പും കിട്ടും, എരിവും കുറവായിരിക്കും. ഇനി അതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞളേ ഇടുന്നുള്ളൂ, ആകെ എല്ലാം കൂടെ 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ. അതിനകത്ത് പകുതി ആദ്യം ഇടും. മഞ്ഞൾ കുറച്ച്, മുളക് പൊടി ഞാൻ കൂട്ടിയിടുന്നുണ്ട്. ഇനി ഞാൻ ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ കായപ്പൊടിയാണ്. കായപ്പൊടി ഇടുന്നതിന് മുമ്പ് തന്നെ ഒരു ലെയർ കൂടെ ഇടാം. ഇട്ടതിന് ശേഷം കായപ്പൊടി ഇടാം. കായപ്പൊടി എല്ലാം കൂടെ 1 സ്പൂൺ ഞാൻ വെച്ചിട്ടുണ്ട്. അതും ചൂടാക്കി തണുത്തതിന് ശേഷമാണ് എല്ലാം വെച്ചേക്കുന്നത്. എല്ലാ പൊടികളും ഞാൻ ചൂടാക്കിയിട്ട് തണുപ്പിച്ച് വെച്ചേക്കുക. ഇനി ഞാൻ ഇടാൻ പോകുന്നത് കായപ്പൊടിയാണ്. 1 സ്പൂൺ കായപ്പൊടിയുണ്ട്, അത് പകുതിയോളം ആദ്യം ഇതിനകത്തിടും. ആദ്യം ഇതിനകത്തൊരു പകുതിയോളം ഇട്ടതിന് ശേഷമാണ് ഇനി വീണ്ടും ഞാൻ മുളക് പൊടി ഇടും. മുളക് പൊടി നമുക്ക് എരിവ് അനുസരിച്ചിടാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മുളക് പൊടി ഇടാം. ഞാൻ ഇപ്പം ഓരോ ലെയറിലും 1 സ്പൂൺ 1.5 സ്പൂൺ വീതം ഇടുന്നുണ്ട്. ഇനി ഞാൻ നല്ലെണ്ണ ചൂടാക്കി തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിക്കും. ഞാൻ നല്ലെണ്ണയാണ് വാങ്ങിക്കുന്നത്. എല്ലാ അച്ചാറിനും ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ നല്ലെണ്ണ കൂടെ ഇതിനകത്തോട്ട് കുറച്ച് ഒഴിച്ച് ഇനി അതിന് ശേഷം എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഉപ്പിടണം, കല്ലുപ്പ് ഇട്ടാണ് ഞാൻ ഇത് ഉണക്കിയെടുത്തത്. നാരങ്ങ ഉണക്കിയെടുത്തത് കല്ലുപ്പിട്ടാണ്. എന്നാലും കുറച്ച് ഉപ്പ് കൂടി വേണ്ടി വരും. ഞാൻ കഴിച്ച് നോക്കിയായിരുന്നു, അപ്പോൾ ഉപ്പ് കുറച്ചുകൂടെ വേണ്ടി വരും. ഇനി അടുത്ത ലെയറായിട്ട് വീണ്ടും നാരങ്ങ ഇട്ട് ഇനി അതിന് ശേഷം ബാക്കിയിരിക്കുന്ന ആ കായപ്പൊടി ഇതിനകത്തോട്ടിട്ട്, കായപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് ഇതിനകത്തോട്ട് അങ്ങ് ലയിച്ച് ചേർന്നോളും. ഇനി കുറച്ച് ഉപ്പൂടെ ഇട്ടു. ഉപ്പിട്ടാണ് ഇതെല്ലാം ഞാൻ ഉണക്കിയെടുത്തേക്കുന്നത്. എന്നാലും നമുക്ക് ഇത് ചേർക്കുമ്പോൾ, ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. ഇനി ബാക്കി മുളക് പൊടിയും കൂടെ കുറച്ചുകൂടെ അതിനകത്തൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ബാക്കിയിരിക്കുന്ന ആ നാരങ്ങ കൂടെ ഇതിനകത്തോട്ടിട്ട്, ഞാൻ വെട്ടിയെടുത്തപ്പോൾ തോരി ഉണ്ടായിരുന്നു, ഉണങ്ങി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ നല്ല ഒരു കഷ്ണവും കുറച്ച് ചാറും മതി നമുക്ക് ചോറ് കഴിക്കാൻ. നല്ല ടേസ്റ്റായിരിക്കും ഇത്. അപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 1 മാസം കഴിഞ്ഞിട്ടെടുത്താൽ അത്രയും നല്ലത്. ബാക്കി വിനാഗിരി കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുത്ത് ലേശം ഉപ്പും കൂടെ ഇട്ട് ഇനി ബാക്കിയിരിക്കുന്ന മുളക് പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഇടണം. ഇതെല്ലാം അന്ന് വെള്ളം ഊറി വരും. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ വെള്ളം ഊറി ഇതിനകത്ത് കിടക്കും. ഈ നാരങ്ങ ഈ വെള്ളത്തിനകത്ത് കിടക്കും. അപ്പോൾ നല്ലതായിരിക്കും. ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം നമുക്ക് ജാറടച്ച് വയ്ക്കാം. എല്ലാം തണുത്തതിന് ശേഷം ഇട്ടുകൊണ്ട് ജാറടച്ച് വയ്ക്കുക.
അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ബാക്കിയിരുന്ന എണ്ണ കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് ഇനി ജാറമ്മക്ക് അടച്ച് വയ്ക്കുക. ജാറടച്ച് വയ്ക്കുക. ഇപ്പോഴത്തെ ഇനി ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ തൊട്ടേ വെള്ളം ഇതിനകത്ത് വന്ന് തുടങ്ങും. ഇതിനകത്ത് ഈ ലൂസായിട്ട് തന്നെ നാരങ്ങ അച്ചാറിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.